എല്ലാ സുഹൃത്തുക്കളെ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാസ്ത ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ വാൽനട്ട് വെച്ചിട്ടാണ് കേട്ടോ പാസ്ത ഉണ്ടാക്കണേ. വാൽനട്ടിനെ ഇറ്റാലിയനിൽ എന്താ പറയണമെന്ന് ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്തോളൂ. കാരണം ഞാൻ പറയണ പല കാര്യങ്ങളും തെറ്റുണ്ടെന്ന് വീഡിയോസിൽ കമൻറ്റിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വാൽനട്ടിനെ ഇറ്റാലിയനിൽ എന്താ പറയണതെന്ന് ഇറ്റാലിയൻ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ പാസ്ത കോൺ വാൽനട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ വാൽനട്ട്. ഞാൻ വാൽനട്ട് അത് പൊടിച്ച് അതേമാതിരി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പതല് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്, ഒലിവ് ഓയിൽ ചൂടാക്കില്ല എന്നുള്ളൊരു കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ സ്വതവേ ഇറ്റാലിയൻസ് ഒലിവ് ഓയിൽ ചൂടാക്കാറുണ്ട് കേട്ടോ. ഞാൻ വന്നതിന് ശേഷമല്ല ഇത് ഒലിവ് ഓയിൽ ചൂടാക്കണത്. ഞാൻ പറഞ്ഞേക്ക് മുമ്പും ഇവർ ഒലിവ് ഓയിൽ ചൂടാക്കി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനും ഇങ്ങനെ തന്നെയാണ്, ഒലിവ് ഓയിൽ ചൂടാക്കാൻ പാടില്ല എന്നാണ് ഞാനും കേട്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ധാരണ മാറി ഇവർ ഒലിവ് ഓയിൽ ചൂടാക്കാറുണ്ട് കേട്ടോ. ഒലിവ് ഓയിലൊന്ന് ചൂടായി വരുമേ കുറച്ച് സബോള നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. സവോള ഫ്രൈ ആവണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒലിവ് ഓയിൽ സവോളയൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. ഞാനും മുമ്പ് കേട്ടിരിക്കുന്നത് ഒലിവ് ഓയിൽ ചൂടാക്കാൻ പാടില്ല, ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോകുന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ് കേട്ടേക്കുന്നത്. പക്ഷേ ഇവിടെ ഇറ്റാലിയൻസ് സ്വതവേ ഒലിവ് ഓയിൽ ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്ന പല ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സവോള ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ വാൽനട്ട് ഉണ്ടല്ലോ, ആ വാൽനട്ട് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. വാൽനട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. വാൽനട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് കറുത്ത് പോകരുത്, നമ്മൾ ചെറുതായിട്ട് അതൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതിനെ തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ വാൽനട്ട് അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സവോളയും വാൽനട്ടും അത്യാവശ്യം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആവാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ ഇത്രയും ഫ്രൈ ആയാൽ മതി. ഞാൻ പറയുന്ന തെറ്റുകൾ തിരുത്തി തരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്. കാരണം ഞാനും ഇവിടെ വന്ന് ഈ കേട്ട് പഠിച്ചത് മാത്രമാണ്. ഇപ്പം അമ്മൂമ്മ പറയണ തെറ്റാണെങ്കിൽ ഞാൻ പഠിക്കുന്നതും അത് തെറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഗ്രാമർ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ സംസാരിച്ച് പഠിച്ചേക്കണമെന്നാണ്. അപ്പം ഞാൻ പറയുന്നതിലും തെറ്റുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ തെറ്റ് തിരുത്തി തരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. കാരണം തെറ്റ് തിരുത്തുമ്പോഴാണ് നമ്മളത് കൂടുതൽ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് തിരുത്തി തരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. നമ്മളിന്ന് എടുക്കുന്ന പാസ്ത റിഗത്തോണി ഉണ്ട്. റിഗത്തോണി ഇത്ര വലുപ്പത്തിലുള്ള പാസ്തയാണ്. റിഗത്തോണി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അതിന് വേവേണ്ട സമയം പറയുന്നത് 13 മിനിറ്റാണ് കേട്ടോ. ഈ പാസ്ത വേവേണ്ട സമയം 13 മിനിറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന പാസ്ത. 300 ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മമ്മയ്ക്കും എനിക്കും വേണ്ടി 300 ഗ്രാം പാസ്തയാണ് നമ്മൾ 3 പേർക്ക് വേണ്ടി എടുത്തേക്കണം കേട്ടോ. പാസ്ത വേവിക്കാൻ വെച്ച വെള്ളത്തിൽ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. കല്ലുപ്പ്. അപ്പോൾ ഈ കല്ലുപ്പിന് ഇറ്റാലിയനിൽ പറയുന്നത് സാലെ ഗ്രോസോ എന്നാണ്. ഗ്രോസോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സാലെ ഗ്രാസോ എന്നാണ് പറഞ്ഞത്. ഗ്രാസോ അല്ല, ഗ്രോസോ ആണ് കല്ലുപ്പിന് പറയുന്ന പേര്. സാലെ ഗ്രോസോ. അപ്പോൾ അത് നിങ്ങൾ തെറ്റ് പഠിക്കരുത്, ശരിയായിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചോളൂ കേട്ടോ.
താല ഗ്രോസോ എന്നാണ് ഈ കല്ലുപ്പനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഉപ്പ് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാവേ. പാസ്ത ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഈ പാസ്ത ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇത് വേവാനായിട്ട് 13 മിനിറ്റ് എടുക്കും. അപ്പോൾ ഈ 13 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പം നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഊറ്റിയെടുക്കാം. ഇനി വേവിച്ച പാസ്തയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വാൽനട്ട് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബസീലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബസീലൊക്കെ നമുക്കൊന്ന് കഴുകാൻ, എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കഴുകിയ ബസീലിക്കോൻ്റെ എല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ അടുത്ത് കഴിച്ചു കേട്ടോ. അതുകൊണ്ട് ഇത് കുറഞ്ഞു സാധനം. വാൽനട്ട് കുറച്ച് ഞാൻ അടുത്ത് കഴിച്ചായിരുന്നു. വാൽനട്ട് നമുക്ക് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. വെറുതെ കഴിച്ചാലും നല്ലതാണ്, വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കഴിച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ പാസ്ത കോൺ വാൽനട്ട് റെഡിയാണ് കേട്ടോ. ഈ വാൽനട്ടിനെ ഇറ്റാലിയനിൽ പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഫോർമാജി ഇട്ട് കൊടുക്കാം കേട്ടോ. Signor Rosa, come? Buona. Buona? Congratulazioni, ha fatto una bella pietanza. Grazie mille, grazie. Buona, buona. അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വന്നപ്പിനുണ്ട് ഇവിടെ ഈ നമ്മുടെ വാൽനട്ട് വെച്ചിട്ട് പാസ്ത ഉണ്ടാക്കിയത് ഞാനാണ്. അമ്മമ്മയ്ക്ക് അത് അറിയില്ലായിരുന്നു, അമ്മമ്മ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുമ്പ് ഒരു ദിവസം ചെയ്തപ്പോൾ അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അമ്മമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി സെക്കൻഡ് ഉണ്ട് കേട്ടോ. സെക്കൻഡ് എന്താ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സെക്കൻഡ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫേത്തെ തക്കീനോ ആണ്. തക്കീനോ അതായത് നമ്മുടെ കോഴി പോലത്തെ ടർക്കി കോഴി എന്നൊക്കെ പറയില്ലേ, ആ ടർക്കി കോഴിയുടെ ഇറച്ചിയാണ് നമ്മൾ സെക്കൻഡായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യണേ കേട്ടോ. അടിപൊളിയാട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതാണ് കേട്ടോ ഫേത്ത് ദി തക്കീനോ. ഇന്നത്തെ സെക്കൻഡ് ഇതാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും ഗ്യാസ് ഓൺ ചെയ്യാം. പതല് വെച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ പതല് ചൂടായിട്ടുണ്ട്. ഈ പതല് ചൂടായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം അതിനകത്തേക്ക് കേട്ടോ. ആ 3 പീസ് നമ്മൾ ഈ പതലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അവിടെ നിന്ന് ഫ്രൈ ആവട്ടെ. നമ്മളതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കീനോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് റെഡിയായി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. Buona? അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫേത്തെ തക്കീനോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. ഈ സാധനവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഇറ്റലിയിലുള്ളവർ നാട്ടിലുള്ളവരൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതും നല്ല അടിപൊളിയാണ്, ടേസ്റ്റാണ്. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും ഫ്രൂട്ട്സും കൂടി കഴിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ 3-4 കോഴ്സാണ് ഇവിടെ ശരിക്കും ഒരു ഇറ്റാലിയൻ വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ. അതായത് ഫസ്റ്റ് പാസ്ത, അത് മെയിൻ കോഴ്സ്. സെക്കൻഡോ എന്ന് പറയുന്നത് ഇതേപോലത്തെ കാർണിയോ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊരു ഇത് സെക്കൻഡ് ഉണ്ടാവും. പിന്നെ 3ാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്. പിന്നെ 4ാമത്തേത് എന്തെങ്കിലും ദോൾച്ചെ. അങ്ങനെ 4 കോഴ്സാണ് ഇവിടെ നോർമലി ഫുഡിലുള്ളത് കേട്ടോ.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.